ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ എന്തൂസിയാസ്റ്റ് 555. രണ്ടാമത്തെ എൻ്റെ ലോങ് വീഡിയോ ആണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്, കാരണം എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നു. പിന്നെ എൻ്റെ ഈ മെയിൽ ബഡ്ജിയുടെ ആ ഒരു നെക്കിൻ്റെ അണ്ടർ കണ്ടില്ലയോ, അവിടെ ഇച്ചിരി തൂവലൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തൂവൽ പൊഴിഞ്ഞു പോകുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ പോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് നീമിൻ്റെ ഇലയില്ലേ, വേപ്പില, അത് നമ്മൾ വെള്ളത്തിൽ ചൂടാക്കി സ്പ്രേ അടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടാക്കി ഞാൻ കാണിക്കാം. ചൂടാക്കാൻ പോവുകയാണ്, നമുക്കത് കാണാം. ഞാൻ വേപ്പില വെപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും വേപ്പില ഇല്ലേ, ഈ വീട്ടിൽ വേപ്പില ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ നോക്കിക്കൊണ്ട് പോവാണ്. പോയി ഇവിടെ കണ്ടുണ്ടല്ലോ. ഇതല്ലേ കിട്ടി. അതാണ് വേപ്പില. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് വേപ്പിലയുടെ തണ്ട് പറിച്ചെടുക്കാൻ പോവുകയാണ്. പറിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ 3 എടുക്കുന്നതായിരിക്കും നല്ലത്. 3 എടുക്കേണ്ടത്. ഇതുപോലെ 3 തണ്ടായിട്ട് ഒടിച്ച വേപ്പില എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കുക. പക്ഷേ ഇത് ഇടുന്നതിന് മുമ്പേ നമ്മളിത് നല്ലപോലെ കഴുകണം. നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കഴുകി സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട്. ഇതുപോലൊരു കഴുകിയ പാത്രം എടുത്തിട്ട് ഇതിൻ്റെ പകുതിയും വെള്ളം കൊണ്ട് നിറച്ചിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ തണ്ട് വേണ്ട, ഇല മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിനി നേരെ എടുത്ത് നമുക്ക് സ്റ്റൗവിലോ അതോ ഇൻഡക്ഷൻ സ്റ്റൗവിലോട്ടോ വെക്കാം. നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലഗ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കയറിയിട്ട് സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യാം. നമ്മൾ 5-ലിട്ടാൽ മതി. ഇപ്പം മറ്റേ ഇൻഡക്ഷൻ സ്റ്റവ് ചെയ്യുകയാണെന്നുണ്ട്. ഫിലിപ്സിൻ്റെയാണ് എടുത്തത്. നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊരു മഞ്ഞ കളർ വരുന്നത് നിങ്ങൾക്ക് കാണായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ചൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേപ്പില ഒന്ന് കഴിയുമ്പോൾ ഒന്ന് മാറ്റണം. ഇതുപോലെ അരിപ്പ കൊണ്ട് അരിപ്പിടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആറുന്നതിന് മുമ്പേ കിളിയുടെ ദേഹത്ത് ചോദിച്ചാൽ പാവം കിളി ചത്തുപോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചൂട് ആറിയതിന് ശേഷമേ നമ്മൾ എൻ്റെ ദേഹത്ത് സ്പ്രേ ചെയ്യാവൂ. നല്ലപോലെ ആറി നമ്മൾ കൈയിട്ട് നോക്കണേ. ഇത് നല്ലപോലെ ചൂടുണ്ട് കേട്ടോ. നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് അവരുടെ ദേഹത്തടിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി ഇത് ആറിയില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ആറി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലിന് വല്ലതും ഒന്ന് ഇട്ടിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് അവരുടെ ബോഡിയിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഗൈസ്, വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് മഴയുള്ള സമയത്ത് അടിച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രേ അടിക്കുമ്പോൾ അവരുടെ ദേഹത്ത് ആ ടെമ്പറേച്ചർ അത് കുറഞ്ഞു വന്ന് ചിലപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിലുള്ള സമയത്ത് മാത്രമേ അതിൻ്റെ ദേഹത്തോട്ടിട്ട് അടിക്കാവൂ. അപ്പം ഇഷ്ടപ്പെട്ടേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.